ശബരിമല സന്നിധാനത്തെ പ്രധാന വഴിപാടുകളിലൊന്നാണ് നെൽപ്പറ നിറയ്ക്കൽ. പറ നിറയ്ക്കുന്നതിലൂടെ തീർത്ഥാടകനും കുടുംബത്തിനും ഐശ്വര്യം വന്നുചേരുമെന്നാണ് സങ്കല്പം. 18-ാം പടി കയറി വരുമ്പോൾ കൊടിമരത്തിന് സമീപമാണ് നെൽപ്പറ നിറയ്ക്കുന്നതിനുള്ള പ്രത്യേക ക്രമീകരണം ഒരുക്കിയിട്ടുള്ളത്. ക്ഷേത്ര കൊടിമരത്തിന് സമീപമാണ് നെൽപ്പറ നിറയ്ക്കുന്നത്. പറ നിറയ്ക്കുന്നതിലൂടെ തീർത്ഥാടകനും കുടുംബത്തിനും ഐശ്വര്യം വന്നു ചേരുമെന്നാണ് സങ്കല്പം. ശബരിമലയെ സംബന്ധിച്ച് ഭക്തർ നേരിട്ട് ഇവിടെ വന്ന് അയ്യപ്പന് നെൽപ്പറ സമർപ്പിക്കാറാണ് പതിവ്. ഈ നെൽപ്പറ എന്ന് പറയുമ്പോൾ നമ്മുടെ സമ്പൽ സമൃദ്ധിക്കും സർവൈശ്വര്യത്തിനുമാണ് നമ്മൾ നെൽപ്പറ സമർപ്പിക്കുന്നത്. മലയാളികളും ഇതര സംസ്ഥാനങ്ങളിൽ നിന്നെത്തുന്ന തീർത്ഥാടകരും ഒരുപോലെ പറനിറയ്ക്കൽ വഴിപാട് ചെയ്തു വരുന്നു. ഭഗവാന്റെ പറനിറയ്ക്കുക അതിലും മഹാഭാഗ്യമായിട്ടാണ് കാണുന്നത്. ഇവിടെ വന്ന് കിട്ടിയത് നല്ല ഭാഗ്യമായി. ഞങ്ങൾ ഇവിടെ ഇത്ര തിരക്കിൽ നമുക്ക് ഇത് ഇടാൻ പറ്റിയത് നമ്മുടെ ഒരു ഭാഗ്യമാണ്. ഞങ്ങൾ മഹാരാഷ്ട്രയിൽ നിന്നാണ് വരുന്നത്. എല്ലാ വർഷവും പറ വഴിപാട് അവിടെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതേപോലത്തെ ഒരു വഴിപാട് നമുക്ക് ഇവിടെ ചെയ്യാൻ പറ്റിയതിൽ സ്വാമിയുടെ ഒരു അനുഗ്രഹം തന്നെ അത് പറയാം. നാണയപ്പറയും വിശ്വാസത്തിന്റെ ഭാഗമായി മാറിയിരിക്കുകയാണ്. ഇപ്പം പുതുതായിട്ട് തുടങ്ങിയാണ് നാണയപ്പറ. നമ്മൾ തുടങ്ങുന്നത് സമ്പൽ സമൃദ്ധി അതുപോലെ തന്നെ സർവ്വ ഐശ്വര്യങ്ങൾക്ക് മഹാലക്ഷ്മിക്ക് വേണ്ടിയിട്ട് ആണ്. മഹാലക്ഷ്മി വസിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ നാണയപ്പറ നമ്മൾ സമർപ്പിക്കുന്നത്. നിലവിൽ ഒരു ദിവസം ശരാശരി 500-ൽ പരം തീർത്ഥാടകരാണ് നെൽപ്പറ നിറയ്ക്കുന്നത്. സന്നിധാനത്ത് നിന്ന് കൈരളി ന്യൂസിനു വേണ്ടി ക്യാമറമാൻ ജയപ്രകാശിനൊപ്പം സുജു ടി ബാബു.